ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഈ മുതൽ 60 ലക്ഷത്തിന്റെ സാധനത്തില് കയറിയ നാളാട്ടാ. അതൊരു സസ്പെൻസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ വാഗമണിക്കല്ല പോണേ. അവിടെ ട്രിപ്പ് കൂനമച്ചി. ഇവിടെ ഗുരുവായൂർ പോണ വഴിയുള്ള കൂനമച്ചി തന്നെ നമുക്ക് ട്രിപ്പ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ? മലങ്കര ഡാം. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററുണ്ട്. 40 കിലോമീറ്ററിൻ്റെ അവിടേക്ക് വാഗമൺ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് മലങ്കര ഡാം കാണാൻ പോലെ. ഓക്കെ. ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്ക് മുന്നേയായിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ലഞ്ചും കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു, യാതൊരു അംശമില്ല. ഞങ്ങൾ വണ്ടി ഞാൻ സ്ഥിരം ഈ പമ്പിൽ നിർത്താറുണ്ട് ഇതുമാതിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പമ്പിലാണ് അധികം നിർത്താറ്. പറയാം ഞങ്ങൾ വാഗമണിക്ക് ട്രിപ്പ് പോകണം കേട്ടോ. നമ്മൾ മൂവാറ്റുപുഴ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തിയേക്കാണ്. 2 കിലോ കൂടുന്നു. വൈഫിക്കിളി കുഞ്ഞുകിളി ആദ്യമായിട്ട് ബസ്സിൽ വരും കേട്ടോ. ഈ കാലത്ത് മലങ്കര ഡാമാണ് കേട്ടോ. മലങ്കര ഡാം വെള്ളം കുറവാണ്, വളരെ കുറവാണ്. നമ്മുടെ ബസ്സിൽ വന്ന ടീമുകളാണ് കേട്ടോ. മലങ്കര ഡാമിൽ ഫോട്ടോ എടുക്കുന്നത്. മലങ്കര ഡാം എന്നൊക്കെ തൊടുപുഴയിൽ നിന്ന് കുറച്ചുകൂടി പോകാണ്ട് ഇരട്ടിപ്പെട്ട റോഡ്. നമ്മുടെ ബസ്സിലുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ ഈ കാണുന്നത്. അവർക്ക് നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് വീഡിയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ ബസ് വാഗമണ്ണൊക്കെ ജസ്റ്റ് എത്തി. ഞങ്ങൾ വണ്ടിക്ക് സൈഡിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഫുഡൊക്കെ ഉണ്ട്. ഇനി കസ്റ്റമർ പറഞ്ഞ ഫുഡ് കഴിക്കണം. അവ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? അവൻ അടിപൊളിയല്ലേ? ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ കവർ ചെയ്യാണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് വാഗമൺ എത്തുന്നതിന് മുന്നേ ലൈനിൽ കാണുന്ന സിപ്പ് ലൈനുകളാണ് കേട്ടോ. ഇവിടെ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ഇതുപോലുള്ള സർവീസുകളുടെ സിപ്പ് ലൈൻ. പലയിടത്തും പല റേറ്റാണ്. പക്ഷേ ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങൾ വണ്ടി കുറേ നേരം ഇവിടെ നിർത്തി. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ടാണ് ഇത്. കണ്ടോ, ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഇതൊക്കെയുണ്ട്. അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വണ്ടി നേരെ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ലഞ്ചിനുള്ള പരിപാടി. എല്ലാവരും ലഞ്ച് കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പിന്നെ ഭക്ഷണത്തിന് തിരക്കിലായി. അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ച് നമ്മുടെ പാസഞ്ചേഴ്സ് പിന്നെ അവർ പോയത് നേരെ പൈൻ വാലി ഫോറസ്റ്റിലേക്കാണ്. പൈൻ വാലി ഫോറസ്റ്റ് കണ്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ പോയത് ലാസ്റ്റ് പോയിന്റിലേക്കാണ്, അഡ്വഞ്ചർ പാർക്ക്. അഡ്വഞ്ചർ പാർക്കിൽ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോന്നിനും നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. ഫിഷ് പാണ്ട്, അതുമാതിരി ഹൊറർ മൂവിയുള്ള ആ ഒരു ഇതുണ്ട്. അതേപോലെ ഒരുപാട് കോഫി ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളെല്ലാം ആ ഭാഗത്ത് കിട്ടും. ഇത് ലാസ്റ്റ് പോയിന്റാണ്. വാഗമണ്ണിലാണ് ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഞാനൊരു ചായയും ഒരു ബോട്ടും കഴിച്ചു. അവിടെ കഴിച്ച് ബജി അല്ലേ? ചായ ബജി കഴിച്ച് ചായ ബജി. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി ട്രിപ്പ് എങ്ങനെയുണ്ട് ഇന്നത്തെ? നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ട്? നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ടോട്ടൽ ചോദിക്കും. ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട്? അഭിപ്രായം പറയാം. ട്രിപ്പ് ഞാനിത് യൂട്യൂബിലിടാ. അഭിപ്രായം പറയാം. ഓക്കെ അല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? ഡ്രൈവർ എങ്ങനെയുണ്ട്? കിളി എങ്ങനെയുണ്ട്? ഫാമിലി ഓക്കെ അല്ലേ? കേരളത്തിലെ ഫസ്റ്റ് കപ്പിൾസ് ആണ് കേട്ടോ ടൂറിസ്റ്റ് ബസ്സിൽ. അങ്ങനെ കേട്ടോ, വേറെ ആരില്ല. ഇല്ലല്ലേ?
എൻ്റെ ബാക്കിൽ കാണുന്നത് അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കാണ്. വാഗമൺ ഒരു ഇതൊക്കെ കവർ ചെയ്തു. ഇവിടെ കുറച്ച് ടൈമുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അനുസരിച്ച് ക്ലോസ് ആവും. ഇവിടെ ഒരു 8:30 വരെ ഉണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് പഠിക്ക് വരാൻ വെച്ചു. വണ്ടി അവിടെ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് ഏരിയയിൽ പക്ഷേ ദൂരെയാണ്. അപ്പോൾ ഇവിടെ വരെ വൈകുന്നേരം ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ലാസ്റ്റ് പോകാൻ വെച്ചു. ഇവിടെ കഴിഞ്ഞ മാസം വന്ന് വീഡിയോ എടുത്താണ്, എന്നാലും ചാൻസ് കിട്ടിയപ്പോൾ എടുത്തു മാത്രം കേട്ടോ. എൻട്രി കഴിഞ്ഞ ഫസ്റ്റ് കാണുന്ന ഒരു ബോർഡ് ഇതാണ് കേട്ടോ, ഫ്ലവർ ഗാർഡൻ. അത് കഴിഞ്ഞിട്ട് USA ഹെലികോപ്റ്റർ പിടിച്ചിട്ട് നിൽക്കുന്ന പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ കാണുന്നത് സ്വിറ്റ്സർലൻഡ് അല്ല കേട്ടോ, നമ്മുടെ വാഗമണിലാണ്. എനിക്ക് കന്നുകാലികൾ ഈവനിങ് സമയത്ത് മെയിൻ നടക്കേണ്ടത് മലയോരങ്ങളിൽ എന്താ ഭംഗി നോക്കിയേ ഇല്ലേ. ഈ സമയത്ത് കണ്ടാണ് അപ്പോൾ ഒപ്പിയെടുത്താണ് ഞാൻ. വാഗമണിൽ ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം മിസ്സാകരുത് കേട്ടോ. 7 മണിക്ക് ഇവിടെ ലൈറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതാണ് സ്പോട്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിൽ. ഇതിലുള്ള ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് പ്രൈസ് പെർ ഹെഡ്. പിന്നെ എൻട്രി ഫീസ് ഒരു 25 ഉണ്ട്. വണ്ടി നമ്മുടെ ഉള്ളിലേക്ക് ഒരു എൻട്രി ഫീസ് 25, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 25 ആണ്. എന്താ ഭംഗി നോക്കി എൻ്റെ ബാക്ക് സൈഡ്. ഈ സമയത്ത് നല്ല രസമാട്ടോ. 6:30 സമയം. ആളുകളൊക്കെ ബാക്കിൽ മുകളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലൈറ്റിംഗ് കാണാനാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ചെറിയ യൂട്യൂബറാണ്, വലിയ യൂട്യൂബറൊന്നുമില്ല. എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെനിക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ബസ് 40 സീറ്റിൻ്റെ ബസ്സാണ്, AC ബസ്. നിങ്ങൾക്ക് എവിടേക്ക് ട്രിപ്പ് വേണമെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ 24 hours 7 days നമുക്ക് വിളിക്കാം. എനി ടൈം നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.